നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള മാങ്ങ, ഈ പച്ച മാങ്ങ വെച്ചിട്ടാണ് നമ്മളൊരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഐ എം ഷെഫ് ജോഷി വർഗീസ്. ഓക്കെ, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നൊരു വെറൈറ്റി സംഭവമാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള മാങ്ങ, അത് ഒഴുക്കി കിട്ടിയാണ് മൂവാണ്ടൻ മാങ്ങയാണ്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഒരു പച്ച മാങ്ങ. അപ്പോൾ ഈ പച്ച മാങ്ങ വെച്ചിട്ടാണ് നമ്മളൊരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന്, അതിന് വേണ്ടത് 2 മാങ്ങ ഞാൻ എടുത്തു, അതിനെ ബോയിൽ ചെയ്തതിന് ശേഷം അതിനെ പ്യൂരി ആക്കിയിട്ടുണ്ട്. കണ്ടോ, ബോയിൽ ചെയ്യുക. നമ്മൾ ഈ വീട്ടിലുണ്ടായ മാങ്ങ തന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഈ മൂവാണ്ടൻ മാങ്ങ. ഓക്കെ, ഇത് ബോയിൽ ചെയ്യുക. കുക്കറിലിട്ടാണെങ്കിൽ ഒരു 1 വിസിൽ കേൾപ്പിക്കുക, വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ട് വേവിക്കുക, അല്ലെങ്കിൽ സാധാ പാത്രത്തിലിട്ട് വേവിക്കുക. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്കിൻ കളഞ്ഞിട്ട് ചെറിയ ക്യൂബായിട്ട് അങ്ങനെ വേണമെങ്കിൽ ബോയിൽ ചെയ്ത് ഉടച്ചെടുക്കാം. ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ മുഴുവനോടെ വേവിച്ചു, അതിനിതുപോലെ കിട്ടി നമുക്ക്. എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഇങ്ങനെ പൾപ്പ് ഇങ്ങനെ കോരിയെടുക്കാൻ ചെയ്താൽ നല്ലോണം ഉടഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് പൾപ്പ് അതിൻ്റെ കോരിയെടുക്കാൻ പറ്റും. അപ്പോൾ പഴുത്ത മാങ്ങേൻ്റെ ഒരു പൾപ്പ് കിട്ടുന്ന പോലെ നമുക്ക് കിട്ടും. ഇനി ഇതെടുത്ത് നമ്മൾ എന്താ മിക്സിയിലിട്ട് ഒന്നും ബ്ലെൻഡ് ചെയ്യണമെന്നില്ല, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാനിതിൻ്റെ ആ ഒരു നാരില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനെ അരിച്ചു. ഓക്കെ, അരിപ്പയിൽ കൂടി അരിച്ചെടുക്കേണ്ടത് സ്ട്രെയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് നല്ല ഒരു പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഇഞ്ചിയാണ്, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ നീരാണ് ഇത്. ഇഞ്ചി ചതച്ച് അതിൻ്റെ നീരും എടുത്തേക്കാണ്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ഷുഗർ സിറപ്പ് വേണം. ഓക്കെ, ഷുഗർ സിറപ്പ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റേഷ്യോ 1:1 ആണ്. 1 കപ്പ് ഷുഗറിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് അര നാരങ്ങ നീര് ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ച് തിളപ്പിച്ചെടുക്കുക. അതാണ് ഷുഗർ സിറപ്പ്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് വരുന്നത് ക്യുമിൻ പൗഡറാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതലും അവർ ക്യുമിൻ പൗഡറും ചാട്ട് മസാലയൊക്കെ ഉപയോഗിക്കും. നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് മലയാളികൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ക്യുമിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്, ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. ഓപ്ഷനിലായിട്ട് നമുക്ക് തേൻ കൊടുക്കാം. ഇനിയിപ്പോൾ തേൻ ഒഴിക്കുന്നുണ്ടെങ്കിൽ സിറപ്പിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാം. ഓക്കെ, കൂടാതെ ഒരു 1/2 നാരങ്ങ അതിൻ്റെ നീരെടുക്കുക, അത് സ്ക്യൂസ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇടുക. ആവശ്യത്തിന് ഐസ്. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 1 ലിറ്റർ വെള്ളത്തിനാണ്. 1 ലിറ്റർ വെള്ളത്തിൻ്റെ ആണ് നമുക്ക് 2 മാങ്ങ, അതുപോലെ 2 മാങ്ങയുടെ പൾപ്പാണ് ഇരിക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ വാട്ടർ, 2 മാംഗോ. ഓക്കെ, ഇഞ്ചി നീര്. ഓക്കെ, ഇതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഓക്കെ, ഷുഗർ സിറപ്പ് 1/2 കപ്പ്. ഇത്ര ഉള്ളത് നമ്മുടെ. പിന്നെ ഫൈനലി നമുക്ക് ഇത്തിരി ഫ്ലേവർ കിട്ടാനും അതിൻ്റെ ഒരു ഡൈജസ്റ്റീവിനും മിൻറ്റ് ഒരു 3-4 ഫ്രിഗ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 തണ്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയായി. ഓക്കെ, ഇതാണ് നമ്മുടെ മിസം ബ്ലാസ്. എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് ഇടാം. ഏത് പാത്രത്തിലേക്കാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സി വേണമെന്നില്ല. ഇനി ഇഞ്ചിയുടെ നീര് ഒരു 1/2 ടീസ്പൂൺ. ഓക്കെ, ഇഞ്ചി നീര് ഒഴിച്ചു. ഉണ്ടാക്കി വെച്ചത് 1/2 കപ്പ്. ഇത് മാറ്റിയേക്കാം. ഷുഗർ സിറപ്പാണ് നല്ലത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കാം. ഒരു കുപ്പിയിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പല ഡ്രിങ്ക്സിന് ഉപയോഗിക്കാം. നമ്മുടെ നറുനണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ. അപ്പോൾ 1 ലിറ്റർ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് 1 ലിറ്ററാണ്. 1 ലിറ്ററിന് 1/2 കപ്പ് ഷുഗർ സിറപ്പ്, 1/2 ടീസ്പൂൺ ഇഞ്ചി നീര്, ഒരു 1/2 ടീസ്പൂൺ സോൾട്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ പൊടിച്ചത്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. വേണമെങ്കിൽ ചാട്ട് മസാല കുറച്ച് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ, അതായത് രണ്ടും വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഇതിൽ ചേർക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഐസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. മിക്സിയൊന്നും വേണ്ട, നമുക്കിതുപോലെ ഒരു സ്പൂൺ വെച്ചോ ഒരു വിസ്ക് വെച്ചോ ഇതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ബ്ലാക്ക് സോൾട്ട് വേണമെങ്കിൽ ആക്കാമായിരുന്നു.
നല്ലൊരു ടേസ്റ്റ്. നമ്മൾ റോ മാംഗോ വെച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ പ്രത്യേക രുചിയാണ് ഇതിന്. പിന്നെ വയറിന് നല്ലതാണ്. ഓക്കെ, അല്ല നല്ലോണം തണുപ്പിച്ച് സെർവ് ചെയ്യുക. ഒരു അര നാരങ്ങ നീര്, ഓൾറെഡി മാംഗോക്ക് പുളിയുണ്ട്, ഓപ്ഷണലായിട്ട് കുറച്ച്. ഓക്കെ, നാരങ്ങ നീര് എപ്പോഴും ഒരു റിഫ്രഷിങ് തന്നെയാണല്ലോ. ആ മാംഗോൻ്റെ സോർനെസ്സൊക്കെ കട്ട് ഡൗൺ ചെയ്യും. കുറച്ച് മിൻറ്റ് ഇട്ട് കൊടുക്കാം. മിൻറ്റ് ചോപ്പ് ചെയ്ത്, മിൻറ്റ് ലാസ്റ്റ് മുന്നേ നമ്മളിതുപോലെ ചോപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ മിൻറ്റ് ഉണ്ടോ അയൺ കണ്ടന്റ് അത് കറുത്തു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ റോ മാംഗോ, പച്ച മാങ്ങ വെച്ചിട്ട് അടിപൊളി ഒരു ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ നിങ്ങൾ തന്നെ പഠിച്ചു. അപ്പോൾ ഇത് കണ്ടോ, ഞാനിപ്പോൾ ഞങ്ങളുടെ ഇവിടെ പറമ്പിലുണ്ടായ മാങ്ങ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. മൂവാണ്ടനായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോ മാംഗോ ഏതാണ് ഇവിടെ എടുക്കാം. അപ്പോൾ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെറിയ ക്യൂബാക്കിയിട്ട് പെട്ടെന്ന് അടുപ്പത്ത് വെച്ച് അതിനെ ഉടച്ച് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ബോയിൽ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ കോരിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് മിക്സി ഇല്ലാണ്ട് തന്നെ നമ്മൾക്ക് ഒരു 5-10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വെൽക്കം ഡ്രിങ്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഷെഫ് ജോഷി സൈനിങ് ഓഫ്.